ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോയുടെ ബാക്കി സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പിൻ ചെയ്ത്, അതായത് ലൈനിങ് തുണിയും നല്ല തുണിയും കൂടെ പിൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ തുണിയെ അതേപോലെ എടുത്ത് മിഷീൻ്റെ പുറത്തോട്ട് വെച്ചതിന് ശേഷം ആ നെക്കിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി വെട്ടിയ നമ്മുടെ നെക്കിന് ഒരു അണ്ടർലൈൻ ഇട്ടതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന നല്ല പോർഷനിലെ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇതേപോലെ ഓരോ കട്ട് ചുറ്റും ഇട്ടും എടുത്ത് മറിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നെക്ക് റെഡി. മറിച്ചിട്ടൊന്ന് പതിച്ചടിക്കണം, എങ്കിലേ റെഡി ആവുള്ളൂ. അപ്പോൾ മറിച്ചിട്ട് ഒരു ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം വേണം ലൈനിങ് എടുത്ത് പുറത്തോട്ട് ഇടുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വശത്തോട്ട് ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പുറത്തൂടെ എൻഡിലൂടെ ഒന്ന് തച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ നെക്ക്, അതേപോലെ തന്നെ ബാക്കിൻ്റെ ചതുര നെക്കും ഒന്ന് അതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സിൻ്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ കുഞ്ഞു പോർഷൻ കട്ട് ചെയ്തില്ല, അതിനെയൊക്കെ ഒന്ന് നല്ല വശം ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, നമ്മുടെ സ്ലീവ്സിന് ചുരുക്കിട്ടെടുക്കണം. അതായത് നമ്മുടെ പഫ് സ്ലീവ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞായിട്ട് അങ്ങറ്റത്തെ എൻഡിൽ നിന്നും കുഞ്ഞായിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് ഇട്ടിട്ട് ഇങ്ങനെ എൻഡ് വരെ എടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ താഴെയും പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് പഫ് സ്ലീവ്സിനുള്ളത് ഇങ്ങനെ ഒരു സാധനം റെഡിയാക്കി കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ 2 സ്ലീവ്സും കുഞ്ഞായിട്ട് പ്ലീറ്റ് ഇട്ട്, അത് നമ്മൾ ജോയിൻറ്റ് വെച്ചില്ല, അതുവരെ മതി പ്ലീറ്റ്. എന്നിട്ട് നമുക്ക് അളവ് നോക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ജോയിൻറ്റ്, അതായത് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യണം. നമുക്ക് സ്ലീവ് വയ്ക്കണമെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്യണമല്ലോ. ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഈസി വേ, അതായത് ഇൻവിസിബിളായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഈസി വേ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിരിക്കാം, അത് കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിതാ ഇതേപോലെ നല്ല വശവും ലൈനിങ് വശവും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. എനിക്കൊരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചാൽ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത ഉടനെ തന്നെ സ്ലീവ്സിൻ്റെ അളവ് അറിയാൻ വേണ്ടി സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു പരിപാടി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. വയ്ക്കുമ്പം തയ്യലിന് മാത്രം ശ്രദ്ധിക്കാതെ വായി നോക്കാൻ പോയാൽ ഇതേപോലത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും. ഞാൻ പിന്നെ കൈ വീണ്ടും തയ്യൽ അഴിച്ചെടുക്കേണ്ടി വന്നു. നമുക്ക് നമ്മുടെ പ്രിൻസസ് കട്ട് ചെയ്യണം. പ്രിൻസസ് കട്ടും ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്ട്സ് വീഡിയോയിൽ ഇട്ടിരിക്കാം. അപ്പോൾ പ്രിൻസസ് കട്ട് മേളിൽ നിന്ന് താഴോട്ട് 10 നടുക്ക് സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് 4 എടുത്ത് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിനകത്തുനിന്ന് താഴോട്ട് നീളത്തിനൊരു വര വരച്ചതിന് ശേഷം ഒരു ഇഞ്ച് ആ വരയുടെ അപ്പുറവും ഇപ്പുറവും ഒന്ന് വരച്ചതിന് ശേഷം മേളിലോട്ട് നമ്മൾ ഇതേപോലൊരു ചെരിഞ്ഞ ഒരു ഷേപ്പ് പോലെ നമ്മുടെ ആം ഹോളിലോട്ട് പോകണം. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലീവ്സ് വീണ്ടും അഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സ് വീഡിയോയിൽ കൊടുത്തിരിക്കാം. ചെറുപറ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മൾ ആ വരച്ച വരയുടെ അവിടെ നിന്ന് ആം ഹോളിലോട്ട് ഒരു 1/4 ഇഞ്ചിന് 2 വര അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ വരച്ചതുപോലെ തന്നെ മേളിലും വരയ്ക്കണം. എന്നിട്ട് 2 സൈഡിലോട്ടും ചിറക് പോലെ ഇങ്ങനെ വരച്ചില്ലേ, ഒരു 1/2 ഇഞ്ചും 1/4 ഇഞ്ചും ഒക്കെ, അതിൻ്റെ നടുക്കുള്ള വരയിൽ മാത്രം നമ്മൾ പ്ലെയിൻ ആയിട്ടൊരു സ്റ്റിച്ചിങ്ങിനെ കൊടുക്കണം. മേളിൽ നിന്ന് താഴെ വരെ കൊടുത്തതിന് ശേഷം അതിനെ 2ആയിട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ സൈഡിലോട്ട് ഡാർട്ട് അടയാളപ്പെടുത്തിയ ആ 1/2 ഇഞ്ചും മേളിൽ അടയാളപ്പെടുത്തിയ 1/4 ഇഞ്ചും കൂടെ നമ്മളിങ്ങനെ പയ്യെ പിടിച്ച് വെച്ച് അടയാളപ്പെടുത്തി അവിടെ കൂടുതലും ഇട്ട് നമ്മൾ സിംഗിൾ വരെയുള്ള അവിടെ നമ്മൾ വെറുതെ ആ ഒരു വര നമ്മൾ ആദ്യം തെച്ച സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പിടിച്ച് ചെയ്തില്ലെങ്കിൽ ഫ്രണ്ടിൽ ചുളുക്ക് വീഴും. ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഞാൻ അല്ലാതൊരു വീഡിയോയുടെ അത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇതേപോലെ കിട്ടും. നമ്മൾ പ്രിൻസസ് കട്ട് 2, 4, 5 കഷ്ണങ്ങളായിട്ടൊക്കെ വെട്ടാൻ നിന്നാൽ തല പുകഞ്ഞ് ഭ്രാന്ത് പിടിക്കും. അതിനുശേഷം നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം ചെയ്യാനുള്ള പണിയാണ് ഞാൻ ആദ്യം ചെയ്ത് പണി വാങ്ങിച്ചത്. എന്നാൽ പിന്നെ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് അളവ് നോക്കണം, നമുക്ക് കറക്റ്റായിട്ടുള്ള ലെങ്ത് ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഒരു പീസും കൂടെ 2 സൈഡിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ബാക്കി വെച്ച് അങ്ങോട്ടും കൂടെ കുറച്ച് ചുരുക്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് ഷോൾഡറിൽ നല്ല വശവും വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ സ്ലീവ്സ് റെഡിയായി കിട്ടും. ഇനി നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിൽ പട്ട വയ്ക്കുന്ന പരിപാടിയാണ്. ഒരു 2 ഇഞ്ചൊക്കെ വീതിയിൽ നമ്മുടെ സ്ലീവിൻ്റെ അതേ നീളത്തിന് ഒരു പീസ് ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നല്ല വശവും വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മടക്കിയെടുത്ത് അടിയിലോട്ട് വെച്ച് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ പട്ടയും റെഡിയാവും. ഇനി നമുക്ക് ഹൂക്ക് വയ്ക്കാൻ എവിടെയാണ്, ഫ്രണ്ടിലാണോ ബാക്കിലാണോ സൗകര്യം, അത് നോക്കിയതിന് ശേഷം അതിനെ ഈക്വലായിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ കണ്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കണം. ശ്വാസം വിട്ടട്ടെ. എന്നിട്ട് ഹുക്കും അയ്യും വയ്ക്കാനുള്ള പോർഷനും കൂടെ നമ്മൾ ബാക്കി വന്ന പീസിൽ നിന്ന് വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഇഞ്ച് വീതിയിലും പിന്നെ ഒരു 3 ഇഞ്ച് വീതിയിലും 2 പീസ് വെട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ഇതിനും ഷോർട്സ് വീഡിയോയുടെ എങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാനുള്ളതെന്നുള്ള ഷോർട്സ് വീഡിയോയുടെ അങ്ങനെ അതും വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് 2 സൈഡിലും താഴെയില്ലേ നമ്മുടെ ബ്ലൗസിൻ്റെ എൻഡ് അവിടെ വയ്ക്കാനുള്ള പട്ടയും കൂടെ നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹുക്കുമായും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് പട്ട നമ്മുടെ താഴെ ഭാഗത്തും ബാക്ക് സൈഡിലും പട്ട വയ്ക്കണം. അതിനുവേണ്ടി 3 പീസ് ഞാൻ ഒരു 3 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുത്തിട്ട് ഒരു 3 ഇഞ്ചൊക്കെ മതിയാവും. വെട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ നല്ല വശവും ചേർത്ത് വെച്ച് എൻഡിലൂടെ സ്റ്റിച്ച് കൊടുത്ത് ബാക്കിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിലോട്ട് തിരിച്ച് വെച്ച് ഒന്നുകൂടെ നമുക്ക് ചെറിയൊരു ഫോൾഡ് കൊടുത്ത് അകത്തോട്ട് ഉള്ളിലോട്ടൊരു ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡ് ശരിയാവും. അതേ സെയിം റിപ്പീറ്റ് ബാക്ക് സൈഡ് 2ഉം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനലല്ല, ബ്ലൗസ് ഇങ്ങനെ
ഇങ്ങനെ കിട്ടും, എൻ്റെ താഴെ ഭാഗം ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഷേപ്പ് കൊടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ സൂചിയിൽ കുത്താതിരിക്കുക, ഇളക്കി കളഞ്ഞ് മുത്തിനെയൊക്കെ അവിടെ ഏറ്റൊന്ന് പിടിപ്പിച്ച് കൊടുത്താൽ നമ്മുടെ ബ്ലൗസ് റെഡിയായി. ഇത് ഞാൻ വെറുതെ ഒന്നിട്ട് കാണിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു പാവാടയുടെ കൂടെ അല്ല, ഞാൻ വീട്ടിലിരുന്ന പാവാടയുടെ കൂടെ ഇട്ട് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് വേറെ കളർ പാവാടയുടെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്ത് സാരി പോലെ കൊടുക്കാം, ധാവണിയായിട്ട് കൊടുക്കാം, വെറുതെ പാവാടയും ബ്ലൗസായിട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ അത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.